ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വർക്കൗട്ട് ജിമ്മിലായിരുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ടെറസിൻ്റെ മേളിൽ തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് കാർഡിയോ അങ്ങനെയുള്ള വർക്കൗട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പുഷപ്പിൻ്റെ 1-2 വേരിയേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പുഷപ്പിൻ്റെ 4 വേരിയേഷൻസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആപ്സിൻ്റെ വർക്കൗട്ടാണ്. നമ്മളപ്പോൾ ആപ്സിൻ്റെ ആദ്യത്തെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10ൻ്റെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആപ്സിൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. എല്ലാം വെയിറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ മാത്രം വെയിറ്റ് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യുക, അല്ലെന്നാണെങ്കിൽ നോർമൽ രീതിയിൽ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെഗിൻ്റെ കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എക്സ്പ്ലനേഷൻ പറയേണ്ടത് കരുതിയാണ്. പക്ഷേ അടുത്ത മൂവ്മെൻറ്റിൽ നമ്മളുടെ ടോയിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ലെഗിൻ്റെ മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. 4 മൂവ്മെൻറ്റാണ് നമ്മളെടുത്തത്. നിങ്ങളുടെ ലെഗിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും അതുകൂടാതെ ലെഗിൻ്റെ ഒരു മൊബിലിറ്റിയൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 4 കാർഡിയോ, കുറച്ച് ഹൈ ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ 4 വർക്കൗട്ടേ ട്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് മൗണ്ടൻ ക്ലൈംബറാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹൈ ഇൻറ്റൻസിറ്റി ആയതുകൊണ്ടിട്ട് തന്നെ മാക്സിമം സ്പീഡിൽ ചെയ്യാം. പീസാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലപ്പോൾ ഒരു ജമ്പ്, അത് കഴിഞ്ഞൊരു പുഷപ്പ്. ഇനി നമ്മളിപ്പോൾ 3ാമത്തെ ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ വർക്കൗട്ടിലേക്കാണ് പോകുന്നത്. ഇതിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് പ്ലയോ പുഷപ്പാണ്. ഇതിൽ ടോ ടച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ടച്ച് ചെയ്തു. അടുത്ത വർക്കൗട്ടിൽ നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി ഒന്ന് കൂട്ടാൻ വേണ്ടി പോകുന്നതാണ്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഫോളോ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ലെഗ് ഫ്രണ്ടിലേക്ക് എടുക്കുന്നു. ലെഗ് ഫ്രണ്ടിലേക്ക് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ബാക്കിലേക്ക് നമ്മൾ കിടന്നിട്ട് അവിടെ നിന്ന് ഷൂട്ടപ്പ് അടിച്ച് വരുന്നു. ഷൂട്ടപ്പ് അടിച്ച് വീണ്ടും ആ പുഷപ്പിൻ്റെ പൊസിഷനിലേക്ക് നമ്മൾ പോകുന്നു. തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ ആ ഫോളോ ഉള്ളൂ. ഓക്കെ. ഇരുട്ടായി തുടങ്ങി, അതാണ് ഞാൻ ഈ ഒരു ആംഗിളിൽ പിടിച്ചിരിക്കുന്നത്. നമുക്കിനി ഒരു സ്ട്രെച്ചിങ്ങും കൂടിയുള്ളൂ. കാർഡിയോ ഹൈ ഇൻറ്റൻസിറ്റി സെഷൻ നമ്മൾ 4 വർക്കൗട്ട് കൊണ്ട് ഫിനിഷ് ചെയ്തു. ഇനി കുറച്ച് സ്ട്രെച്ചിങ് കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ. അപ്പോൾ തുടക്കത്തിൽ ചെറിയ സ്ട്രെച്ചിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്.
കണ്ടുപോകുക. അപ്പോൾ ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണതാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയ കാര്യം. അതുകൊണ്ടിട്ട് വെച്ച ഫ്രെയിമൊന്നും അത്ര കറക്റ്റായിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ആദ്യം കുറച്ച് പുഷപ്പ് വേരിയേഷൻ ചെയ്തു, ആപ്സിൻ്റെ ഒരു 3-4 വർക്കൗട്ട് ചെയ്തു, കുറച്ച് ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ വർക്കൗട്ട് ചെയ്തു, ലാസ്റ്റ് നമ്മൾ സ്ട്രെച്ചും കൂടി ചെയ്ത് ലെഗ് മൂവ്മെൻറ്റ്സ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെച്ചും കൂടി ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കടയിലേക്കൊന്ന് പോകണം. അത് കഴിഞ്ഞൊരു 1 മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്നിട്ട് തന്നെ വർക്ക് തുടങ്ങും, വർക്കിന് കയറണം. അപ്പോൾ ഇന്നലെ നമ്മൾ ജിമ്മിലായിരുന്നു വർക്കൗട്ട് ചെയ്തത്, ഇന്നലെ മോർണിംഗ്. അതുകൊണ്ടിട്ടാണ് ഇന്നിപ്പോൾ വീട്ടിൽ കാർഡിയോ അങ്ങനെയുള്ള സംഭവങ്ങളും സ്ട്രെച്ചിങ് ഒക്കെ ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തത്. ഇനി നമ്മൾ നാളെ ആഴ്ചയിൽ 3 ദിവസമോ ജിമ്മിൽ പോകാറുള്ളൂ, ചിലപ്പോൾ 2 ദിവസം. അപ്പോൾ നാളെ ഇനി ജിമ്മിലേക്ക് പോകണം. അപ്പോൾ ഇതേപോലെയുള്ള വർക്കൗട്ടുകളും നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകണമെങ്കിലും വേറെയുള്ള വർക്കൗട്ടുകൾ ചെയ്യണമെങ്കിലും ഇതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഓവറോൾ ബോഡിയുടെ എൻഡ്യൂറൻസ്, എസ്പെഷ്യലി നിങ്ങളുടെ ഹാർട്ട് ആൻഡ് ലങ്സ് എല്ലാത്തിനും ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതുകൂടാതെ ഫ്ലെക്സിബിൾ ആക്കാനും ബോഡീനെ സ്ട്രെച്ചിങ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാത്തിനും കൂടി ഉള്ള ഒരു ഓവറോൾ വർക്കൗട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ചെയ്തത്. സ്ട്രെങ്ത്തും ഉണ്ടായിരുന്നു, നമ്മൾ പുഷപ്പിൻ്റെ വേരിയേഷനൊക്കെ ചെയ്തു. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മാത്രം അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല വർക്കൗട്ടുകളാണ്. പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഒരുവിധം ട്രൈ ചെയ്യാൻ പറ്റും. അല്ലെന്നാണെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ടുള്ളത് മാത്രം ട്രൈ ചെയ്യുക. കാരണം ചില വർക്കൗട്ടൊക്കെ ഇഞ്ചുറി വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാണിച്ചിരിക്കുന്നതിൽ ഈസി ആയിട്ടുള്ളത് മാത്രം എടുത്ത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണതാണ്. ഇനിയും നമ്മൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ബാക്കിൻ്റെയും ലെഗിൻ്റെയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും വീണ്ടും കാണാം. ഓക്കെ, ബൈ.